സാധാരണക്കാർക്കും കഴിക്കാൻ പറ്റണമല്ലോ. കണവ ബിരിയാണി ഉണ്ട്. വെറൈറ്റി ബിരിയാണി നിങ്ങളിലേക്ക് പരിചയപ്പെടുത്തുകയാണ്. എല്ലാവരും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക എന്നുള്ളതാണ് ഒരു ഉദ്ദേശമാണ് നമുക്കുള്ളത്. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഫിഷ് ബിരിയാണി വരുന്നുണ്ട്. ഇതാണ് ഇവരുടെ ഞണ്ട് ബിരിയാണി. പിന്നെ ചെമ്മീനുണ്ട് 149. 149 എത്ര പീസ് ഉണ്ടാവും അതിനകത്ത്? 10 പീസ്. ബിരിയാണി ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. നല്ല ഫുഡ് ഉണ്ടാക്കി ആൾക്കാരിൽ എത്തിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കണ്ടോ, വെറൈറ്റിയാണ് ഇവരുടെ മെയിൻ. ഞണ്ട് ബിരിയാണി, കൂന്തൽ ബിരിയാണി, ചെമ്മീൻ ബിരിയാണി, ഫിഷ് ബിരിയാണി. അപ്പൊ ഇന്നെന്താ സനി പരിപാടി എന്നല്ലേ? ആലപ്പുഴ ജില്ലയിലെ മിക്കവാറും ബിരിയാണികൾ നിങ്ങളിലേക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നൊരു വെറൈറ്റി ബിരിയാണി ഞാൻ നിങ്ങളിലേക്ക് പരിചയപ്പെടുത്തുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്ന കറക്റ്റ് സ്ഥലം എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയിൽ അമ്പലപ്പുഴ കരുമാടിയിൽ പഴയ ഞൊണ്ടിമുക്ക് SNDP ജംഗ്ഷനാണ്. അപ്പോൾ SNDP ജംഗ്ഷനിലുള്ളൊരു സംരംഭമാണ്. ഇവിടെ വെറൈറ്റി ബിരിയാണികൾ നിങ്ങൾക്കായിട്ട് കിട്ടും. ഫിഷ് ബിരിയാണി ഉണ്ട്, പ്രോൺസ് ബിരിയാണി ഉണ്ട്, ക്രാബ് ബിരിയാണി ഉണ്ട്. അങ്ങനെ ബിരിയാണി, വെറൈറ്റി ബിരിയാണികളുമായിട്ടുള്ളൊരു സംരംഭം നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് പരിചയപ്പെടുത്തുകയാണ്. നമ്മൾ വെറൈറ്റി ബിരിയാണി കൊടുക്കുക എന്നൊരു ഉദ്ദേശമാണ് അല്ലേ? നമ്മുടെ നാട്ടിൽ ബിരിയാണികൾ ചിക്കൻ ബിരിയാണി, ബീഫ് ബിരിയാണി അങ്ങനെ കാണുന്നുണ്ട്. നമ്മൾ കൊടുക്കുന്ന ബിരിയാണി എന്തൊക്കെ ബിരിയാണിയാണ് കൊടുക്കുന്നത്? നമ്മളിവിടെ ചെമ്മീൻ കൊടുക്കുന്നുണ്ട്. ചെമ്മീൻ ബിരിയാണി ഉണ്ട്, ഞണ്ടുണ്ട്, പിന്നെ കണവയുണ്ട്, പിന്നെ ഫിഷ് കൊടുക്കുന്നുണ്ട്. ഫിഷ് ഉണ്ട്. ഇങ്ങനൊരു സംരംഭം തുടങ്ങണമെന്ന് ആഗ്രഹം എങ്ങനെ മനസ്സിലേക്ക് വന്നത്? ഞാൻ എൻ്റെ പ്രൊഫഷൻ വീഡിയോ എഡിറ്ററാണ് ഞാൻ. ഇത് എനിക്ക് പാഷനാണ്. എനിക്ക് ബിരിയാണി ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. നല്ല ഫുഡ് ഉണ്ടാക്കി ആൾക്കാരിൽ എത്തിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ തുടക്കം ഇട്ടതാണിത്. അപ്പം അതിന് ഫുൾ സപ്പോർട്ടായിട്ട് ഹസ്ബൻഡും അച്ഛനും അമ്മയും എല്ലാവരും ഉണ്ട്. അദ്ദേഹം ഗ്രാഫിക് ഡിസൈനറാണ്. അദ്ദേഹത്തിൻ്റെ വർക്ക് കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് ഫുൾ സപ്പോർട്ടായിട്ട് എൻ്റെ കൂടെ നിൽക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ രണ്ടുപേർക്കും ജോലിയുള്ള ആൾക്കാരായിരുന്നു. നമ്മുടെ ഒരു പാഷനൊക്കെ കൊണ്ടാണ് നമ്മൾ ഇങ്ങനൊരു സംരംഭം തുടങ്ങിയത്. അപ്പൊ ഇതിന് ഫുള്ള് സപ്പോർട്ട്, വൈകുന്നേരം കാര്യങ്ങളെല്ലാം ചെയ്തു തരുന്ന ഹസ്ബൻഡ് അല്ലേ? ഇത് എവിടുന്ന മീനൊക്കെ പോയി എടുക്കണ്ടേ? നമ്മള് മിക്കവാറും എല്ലാ ദിവസവും ക്രാബ് ബിരിയാണിയും പ്രോൺസും ഉണ്ടാവും. നമ്മുടെ എന്താണ് അതുപോലുള്ള പാർട്ടികളുടെ ഓർഡറുകൾ എടുക്കുന്നുണ്ടല്ലേ? നമ്മുടെ കുട്ടനാടിന്റെ ഒരു ഐഡന്റിറ്റിയിൽ തന്നെയാണ്, നമ്മുടെ ഒരു ബ്രാൻഡിലാണ് നമ്മുടെ ഒരു ബിരിയാണി പോകുന്നത്. അപ്പം ഇനിയിപ്പോ കുട്ടനാട്ടിൽ വൈറലാകാൻ പോകുന്ന ഒരു ബിരിയാണിയാണ് കേരച്ചൂര. അപ്പൊ അത് വെച്ചിട്ടുണ്ടാകുന്ന ബിരിയാണിയാണ്, ഫിഷ് ബിരിയാണിയാണ്. എത്ര പീസാണ് കൊടുക്കുന്നത് നമ്മള്? 2 വലിയ പീസ് ഉണ്ടാവും. പിന്നെ എന്ത് ബിരിയാണിയാണ് ഉള്ളത്? പിന്നെ ഉള്ളത് നമ്മുടെ സ്ക്വിഡ്, കണവ ബിരിയാണി ഉണ്ട്. പിന്നെ ചെമ്മീനുണ്ട്. ചെമ്മീനിൽ 10 നല്ല വലിയ പീസ് വരുന്നുണ്ട്. 10 വലിയ പീസ് ഉണ്ടാവും അതിനകത്തുണ്ടാവും. എത്ര രൂപ അതിന് ചാർജ് ആക്കുന്നത്? നമ്മൾ 149. ഒരു സാധാരണക്കാർക്കും കഴിക്കാൻ പറ്റണമല്ലോ. തീർച്ചയായിട്ടും. നമ്മളിപ്പോ ഒരു ഷോപ്പിലൊക്കെ ചെല്ലുവാണെങ്കിൽ ഒരു പ്രോൺസ് ബിരിയാണിക്കൊക്കെ 250 രൂപ 260 രൂപ കൊടുക്കണം. അപ്പൊ നമ്മൾ കൊടുക്കുന്നത് എത്ര രൂപയ്ക്കാണ്? 149. എത്ര പീസ് ഉണ്ടാവും അതിനകത്ത്? 10 പീസ് ഉറപ്പായിട്ടും ഉണ്ടാവും. അപ്പൊ ഇന്ന് വന്നപ്പോ തന്നെ എനിക്ക് തോന്നുന്നു ഞാൻ വരുന്നതിന് മുമ്പ് സാധനം എല്ലാം തീരാൻ വേണ്ടി പോകാൻ തോന്നുന്നു അല്ലേ? ഓർഡർ ഉണ്ടായിരുന്നു. ഞങ്ങള് ഒരു 10:30-11 മണിയൊക്കെ ആകുമ്പോ ഇവിടെ ഉണ്ടാവും. എല്ലാ ദിവസവും ഉണ്ടാവും. നമ്മള് ഹാർബറിൽ നിന്നാണ് ഫിഷ് എടുക്കുന്നത്. അവിടുത്തെ ഫിഷ് എത്രത്തോളം നമുക്ക് കിട്ടുന്നോ അതനുസരിച്ചായിരിക്കും. ഈ ചെമ്മീൻ അലർജി ഉള്ള ആളുകളുണ്ട്. ചെമ്മീൻ്റെ കൂടെ നാരങ്ങ നല്ലൊരു കോംബോ അല്ല, അത് അലർജറ്റിക് ആവും. അതുകൊണ്ടാണ് ഈ ഡേറ്റ്സിന്റെ പിക്കിൾ ഞാൻ ഉണ്ടാക്കുന്നത്. ഇതാകുമ്പം കുഴപ്പമില്ല, എല്ലാവർക്കും കഴിക്കാലോ. അതെ. പിന്നെ നമ്മൾ നമ്മുടെ ബോക്സിൽ എഴുതുന്നുണ്ട്, അലർജി അഡ്വൈസ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ളവര് ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ എല്ലാം ഉണ്ട്. എല്ലാ രീതിയിലും നമ്മൾ മുന്നോട്ട് പോകും. നമ്മൾ ചെയ്യുമ്പം എല്ലാവരും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക എന്നുള്ളതാണ് ഒരു ഉദ്ദേശമാണ് നമുക്കുള്ളത്. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. നമ്മുടെ ചാനലിലൂടെ തന്നെ ഒരുപാട് ബിരിയാണികൾ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ആലപ്പുഴ ജില്ലയിൽ കണ്ടമാനം ബിരിയാണികൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ ഒരു വെറൈറ്റി ബിരിയാണിയുള്ള സംരംഭമാണ് ഞണ്ട്, ചെമ്മീൻ, അതുപോലെ തന്നെ കൂന്തൽ, അങ്ങനെയുള്ള ബിരിയാണികളൊക്കെ ഉള്ള ഒരു സംരംഭമാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും അത്യാവശ്യം നല്ലോണം വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരാണ്. ഇദ്ദേഹം ചെയ്തതാണ് ഈ ബോർഡ് വർക്ക് ചെയ്തിരിക്കുന്ന ഇദ്ദേഹമാണ്. അതുപോലെ ഇവരുടെ ഒരു വീഡിയോ ഞാൻ കണ്ടു, ഗംഭീരമായിരുന്നു. എഡിറ്റിംഗ് എന്നൊക്കെ പറഞ്ഞാൽ ഗംഭീരമായിട്ടാണ് ഇദ്ദേഹം എഡിറ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഞാൻ കണ്ടു. നിങ്ങൾക്ക് നമ്മുടെ ഷോപ്പുകളിലേക്കൊക്കെ വീഡിയോസ്, നിങ്ങളുടെ എന്താ പറയുക ഇനാഗ്രേഷൻ, അതുപോലെ തന്നെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ടുള്ള വീഡിയോസൊക്കെ വേണമെങ്കിൽ ഇവരുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കിഡിലിനായിട്ട് വീഡിയോ ചെയ്ത് തരും കേട്ടോ. അതെൻ്റെ ഉറപ്പാണ്. ഞാൻ കണ്ടാണ് ഇവരുടെ വീഡിയോ അതുപോലെ ഇതുപോലെ തന്നെ പോസ്റ്ററൊക്കെ ഡിസൈൻ ചെയ്ത് തരും. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് പറ്റിയ നല്ല അടിപൊളി ഒരു സംരംഭമാണ് പരിചയപ്പെടുത്തുന്നത്. അപ്പം നാളെ മുതൽ ഇവർ ആക്റ്റീവായിട്ട് ഇവിടെ ഉണ്ടാവും. നിങ്ങൾ വാങ്ങിച്ചു നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് ആൾക്കാർ ഈ റൂട്ടിലുണ്ട്. അപ്പോൾ ഈ റോഡെന്ന് പറയുന്നത് അമ്പലപ്പുഴ എടത്വ റോഡിൽ
ഇവർ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് കരുമാടി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് SNDP ജംഗ്ഷനിലാണ് ഇവരുള്ളത് കേട്ടോ. കാര്യമായിട്ട് എല്ലാ ബിരിയാണികളും വാങ്ങിച്ചിട്ടുണ്ട്. ഫീലിംഗ് പാക്കിങ്ങും എല്ലാം അടിപൊളിയായിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ടേസ്റ്റ് ചെയ്യേണ്ട ഒരു ബിരിയാണി കേട്ടോ, ഞണ്ട് ബിരിയാണി. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതൊക്കെ ഇനി പൊട്ടിച്ച് കഴിക്കണം സാനി. ഈ ഒരു ഞണ്ടിൻ്റെ മസാലയും ഈ ഒരു പ്രോൺസിൻ്റെ മസാല ഇഷ്ടപ്പെട്ടു നന്നായിട്ട്. കൂന്തൽ ബിരിയാണി, അതായത് കണവ ബിരിയാണി. സംഭവത്തിൻ്റെ മസാലയും കാര്യങ്ങളുമൊക്കെ നല്ല കിടിലിനായിട്ടുണ്ട് കേട്ടോ. ഫിഷ് ബിരിയാണിയിൽ വരുന്നത് വലിയ മുട്ടൻ 2 ചൂര പീസ്, കേരയുടെ പീസാണ്. ഇത് ഇതണ്ട, ഒന്ന് ഇതുണ്ടോ, രണ്ട് മുട്ടൻ പീസാണ് വരുന്നത്. അപ്പം ഞാൻ അതിൻ്റെ കുറച്ചൊന്ന് എടുക്കാം. കേരയൊക്കെ നല്ല അടിപൊളിയായിട്ടാണ് ഇവർ ബിരിയാണി ആക്കിയിരിക്കുന്നത് കേട്ടോ. അപ്പം ഇവരുടെ ഈ ഒരു ഫിഷ് ബിരിയാണി നിങ്ങളിലേക്ക് എത്തിക്കുന്നതെന്ന് പറയുമ്പോൾ കുട്ടനാടൻ റെസിപ്പി എന്നിട്ടുള്ള ബ്രാൻഡിലാണ്. വളരെ വൃത്തിയായിട്ട് നീറ്റായിട്ട് നല്ല പാക്കിങ്ങിലാണ് ഇവർ ഈ ബിരിയാണി നിങ്ങളിലേക്ക് എത്തിക്കുന്നത്.